ഹായ്, അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലെങ്തിനെ കുറിച്ചാണ്. അതായത് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണെന്നുള്ളത്. അതിൽ തന്നെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ്, ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എസും എസ് പ്രൈമും. അപ്പം ഈ രണ്ട് ഫ്രെയിമിലും നമ്മൾ ഒരേ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിനനുസരിച്ച് അതിൻ്റെ ലെങ്ത്തിൽ മാറ്റങ്ങൾ വരുമോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എസ് എന്ന് പറയുന്ന ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്തു, എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്തു. എസും എസ് പ്രൈമും ഇനീഷ്യൽ ഫ്രെയിമാണ്. എസ് പ്രൈം എന്ന് പറയുന്നത് എസ് എക്സ് ആക്സിസിലൂടെ പാരലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് വെലോസിറ്റി വി അറ്റ് ടൈം ടി. ഓക്കെ, സോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നു, ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഒബ്ജക്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എസ് നമുക്ക് അതിന്റെ ലെങ്ത് എൽ ആയിട്ടും വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം അതിന്റെ ലെങ്ത് നമുക്ക് എൽ പ്രൈം ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എടുക്കുകയാണ്, നമ്മൾ എസ് പ്രൈമിനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ലെങ്ത് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സോറി എസിനെ വെച്ചിട്ടാണ്, എസ് എന്ന് പറയുന്ന ഫ്രെയിമിനെ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ലെങ്ത് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് അതിന്റെ എൻഡിങ് പോയിന്റ്. സോ ഇവിടെ നമ്മൾ എടുക്കുന്നു, അപ്പോൾ കറസ്പോണ്ടിങ് നമ്മളൊരു ഡോട്ടർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഏതിലായിരിക്കും, ഈ എക്സ് ആക്സിൽ x1 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവും. ഇതേപോലെ നമ്മൾ അതിന്റെ എക്സ് കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ ഇതും എക്സ് ആക്സിൽ x2 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ x1 എന്ന് പറയുന്ന പോയിന്റും x2 എന്ന് പറയുന്ന പോയിന്റുമാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, x2 മൈനസ് x1. ഈ പറയുന്ന x2 x1 നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒബ്ജക്റ്റിന്റെ ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു എസ് എത്രയാണെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇതേ ഒബ്ജക്റ്റിന്റെ എസ് പ്രൈം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. സോ നമ്മൾ ഡോട്ടർ ലൈനിൽ നോക്കി കഴിഞ്ഞാൽ എക്സ് പ്രൈം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടും, ഈ x2 പ്രൈം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയും കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് അതിന്റെ ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം ആണെങ്കിൽ x2 പ്രൈം മൈനസ് x1 പ്രൈം കണ്ടാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്രൈം കിട്ടും അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതേ ഒബ്ജക്റ്റ് നമ്മൾ രണ്ട് ഫ്രെയിമിൽ കൺസിഡർ ചെയ്യാണ്, ഇനീഷ്യൽ ഫ്രെയിമിൽ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എസ് ഇതിന്റെ ലെങ്ത് x2 മൈനസ് x1 ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് x2 പ്രൈം മൈനസ് x1 പ്രൈം ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ നോക്കാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് അതിന്റെ ലെങ്ത് എന്താണ്, ഒബ്ജക്റ്റിന്റെ ലെങ്ത് x2 മൈനസ് x1. വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം ലെങ്ത് എൽ പ്രൈം നമുക്ക് വിളിക്കാം, x2 പ്രൈം മൈനസ് x1 പ്രൈം. ഓക്കെ അല്ലേ. ഓക്കെ, സോ ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം എക്സ് പ്രൈം സിക്കൽ എക്സ് മൈനസ് വി ടി എന്നാണ് നമ്മൾ അവിടെ എടുത്തിട്ടുള്ളത് അല്ലേ. നമുക്ക് ഒന്ന് കിട്ടിയതാണ് എക്സ് പ്രൈം സിക്കൽ ടു എക്സ് മൈനസ് വി ടി, അടുത്തൊന്ന് വൈ പ്രൈം സിക്കൽ ടു വൈ, സെഡ് പ്രൈം സിക്കൽ ടു സെഡ് ആൻഡ് ടി പ്രൈം സിക്കൽ ടു ടി എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈമിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാവില്ല, കാരണം എക്സ് ആക്സിന് പാരലായിട്ടാണ് പോകുന്നത്. സോ നമ്മൾ ഇപ്പം ഈ ഇക്വേഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, എക്സ് പ്രൈം സിക്കൽ എക്സ് മൈനസ് വി ടി. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എക്സ് പ്രൈമിന് പകരം നമുക്ക് എന്താക്കാം, x2 പ്രൈമിന്റെ വാല്യൂ കാണാം, അതേപോലെ x1 പ്രൈമിന്റെ വാല്യൂ കാണാം, എന്നിട്ട് x2 പ്രൈമും മൈനസ് x1 പ്രൈം കാണാം. സോ ഈ ഇക്വേഷനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ x2 പ്രൈം കാണുകയാണെങ്കിൽ വാട്ട്സ് ദ വാല്യൂ ഓഫ് x2 പ്രൈം, x2 പ്രൈം സിക്കൽ ടു x2 മൈനസ് വി ടി. അതായത് ഇവിടെ പ്രൈമിന് x2 കൊടുക്കുന്നു, ഇവിടെ എക്സിനും 2 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്താക്കാം, x2 പ്രൈമിന്റെ വാല്യൂ കിട്ടും. അതേപോലെ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 1 കൊടുത്തു കഴിഞ്ഞാൽ x1 പ്രൈമിന്റെ വാല്യൂ കിട്ടും. അത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും x2 പ്രൈം മൈനസ് x1 പ്രൈം കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ x2 പ്രൈം കാണുന്നു, ഈ ഇക്വേഷന്റെ ഫോർമാറ്റിൽ നമുക്ക് x2നെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും x2 പ്രൈം സിക്കൽ ടു x2 മൈനസ് വി ടി കിട്ടും. ഇതേപോലെ x1 പ്രൈമിന്റെ വാല്യൂ നമുക്ക് കാണാം, ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് x1 പ്രൈമിന്റെ വാല്യൂ എന്താണ് കിട്ടുക, x1 പ്രൈം സിക്കൽ ടു x1 മൈനസ് വി ടി. സോ നമുക്ക് എന്താണ് കാണേണ്ടത്, x2 മൈനസ് x1 പ്രൈം ആണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ടേമിൽ നിന്ന് ഈ ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം x2 പ്രൈം മൈനസ് x1 പ്രൈം കിട്ടണം. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, x2 പ്രൈം മൈനസ് x1 പ്രൈം സിക്കൽ ടു x2 മൈനസ് വി ടി മൈനസ് x1 മൈനസ് വി ടി. സോ ഇത് നമ്മൾ ഒന്നുകൂടെ എഴുതാണ്, x2 മൈനസ് വി ടി, ഇവിടെ ഒരു മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് x1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വി ടി. സോ x2 പ്രൈം മൈനസ് x1 പ്രൈം എന്തായി മാറുന്നു, x2 മൈനസ് വി ടി മൈനസ് x1 പ്ലസ് വി ടി ആയിട്ട് മാറുന്നു. ഇവിടെ നമുക്കറിയാം ഇത് മൈനസ് വി ടി ആണ്, ഇത് പ്ലസ് വി ടി ആണ്, ക്യാൻസൽ ആവും. സോ പിന്നെ അവിടെ എന്താണ് ബാക്കി വന്നിട്ടുള്ളത്, x2 പ്രൈം മൈനസ് x1 പ്രൈം സിക്കൽ ടു x2 മൈനസ് x1. സോ നമുക്ക് എന്ത് കിട്ടുന്നു, x2 പ്രൈം മൈനസ് x1 പ്രൈം സിക്കൽ ടു x2 മൈനസ് x1 എന്ന് കിട്ടുന്നു. x2 പ്രൈം മൈനസ് x1 എന്താണ്, x2 പ്രൈം മൈനസ് x1 പറയുന്നത് എൽ പ്രൈം ആണ്, x2 മൈനസ് x1 എന്താണ്, എൽ ആണ്.
സോ എൽ പ്രൈം സീക്വൽ ടു എൽ എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ലെങ്ത് നമ്മൾ രണ്ട് ഇനീഷ്യൽ ഫ്രെയിമിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇനീഷ്യൽ ഫ്രെയിമിലും ഒബ്ജക്റ്റിന്റെ ലെങ്ത് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇനി രണ്ട് പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നെങ്കിലോ അതും രണ്ട് ഇനീഷ്യൽ ഫ്രെയിമിലും എസിലും എസ് പ്രൈമിലാണെങ്കിലും ഇനീഷ്യൽ ഫ്രെയിം ആണെങ്കിൽ അവിടെ ആ പറയുന്ന ലെങ്ത്തിന് യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ ഡിസ്റ്റൻസിനും യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ലെങ്ത് ഈസ് ഇൻവേരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പ്രകാരം ലെങ്ത് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോർഡിനേറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ കിട്ടുന്ന അതേ ലെങ്ത് തന്നെയായിരിക്കും മറ്റൊരു ഇനീഷ്യൽ ഫ്രെയിമിൽ കൺസിഡർ ചെയ്താൽ കിട്ടുന്നത്. സോ ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഇനീഷ്യൽ ഫ്രെയിമിനനുസരിച്ച് മാറ്റമില്ല, ഇൻവേരിയന്റ് ആണ്. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ക്ലിയർ ആണോ? സോ ഇതിനാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ.